ഉത്സവത്തിന് വേണ്ടി എനിക്ക് തയ്ച്ച ഡ്രസ്സിൽ നിന്നും ബാക്കി വന്ന തുണിയാണത്. ഈ തുണി കൊണ്ട് എൻ്റെ പിള്ളയ്ക്ക് എന്തെങ്കിലുമൊക്കെ തയ്ക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ്. എന്ത് തയ്ക്കും ഉടുപ്പാണെങ്കിൽ അവൾ ഇടേയില്ല. പിന്നെ എന്ത് തയ്ക്കും എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു കോട്ട് സെറ്റ് തയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവളുടെ അളവിൽ തലങ്ങും വിലങ്ങും വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരെ സ്റ്റിച്ചിങ്ങിലിട്ടിരുന്നു. സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരുന്നപ്പോഴാണ് അല്ലേ മെഷീൻ എവിടെയോ ഒരു തകരാറ്, ചെറിയ പൊട്ടലും ചുറ്റിലൊക്കെ കിട്ടും. പഠിച്ചവനെ പകുതി വഴിക്ക് വെച്ച് നിൽക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട് നമ്മുടെ കോട്ട് സെറ്റ്. പ്ലെയിൻ ആയതുകൊണ്ട് കുറച്ചും കൂടി ഭംഗി വരുത്താമെന്ന് ചോദിച്ചു. കുളിപ്പിച്ച് കുട്ടി ഇല്ലാണ്ടാവോ എന്തോന്നുള്ളത് കണ്ടറിയാം. അങ്ങനെ ഞാൻ കുറച്ച് ചെറിയ രീതിയിലൊരു പെയിൻറ്റിങ് വർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പലരും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പാണ് ഈ എംബ്രോയ്ഡറി വർക്കാണെങ്കിലും പെയിൻറ്റിങ് ആണ് ചെയ്യാറ്. പക്ഷെ ഞാനെപ്പോഴും എനിക്കൊരു കംഫേർട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ്. കാരണം നമ്മളിതിൽ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് പൊസിഷൻ മാറിയാലോ, നെഞ്ചത്ത് എൻ്റെ ഡിസൈൻ സ്ഥലം മാറി വെറുതെ കക്ഷത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതൊരു പാഷനാണെന്ന് പറയാം. പക്ഷേ റിസ്കിന് ഞാൻ തയ്യാറല്ല. അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായി പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റ് മറ്റേ പുറമേയുള്ള തുണിയിലാകാതിരിക്കാൻ ഞാൻ പേപ്പർ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ.